ഹരി ഓം. ദശകം 12, ശ്ലോകം 10. അഭ്യുദ്ധരന്നധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. അഭ്യുദ്ധരൻ അധ, അഭ്യുദ്ധരൻ പ്ലസ് അധ, അഭ്യുദ്ധരന്നധ. അവിടെ ഇൻ എന്നുള്ളത് ഇൻ പ്ലസ് ആ വന്നപ്പോഴത്തേന് ഇന്നായി. അഭ്യുദ്ധരന്നധ ധരാം ദശനാഗ്ര ലഗ്ന, ദശനാഗ്രലഗ്ന മുസ്താങ്കുര അങ്കിത, മുസ്താങ്കുരാങ്കിത ഇവ അധിക, ഇവാധിക പീവര ആത്മാ, പീവരാത്മാ ഇവാധിക പീവരാത്മാ മുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ ഉദ്ധൂത ഘോര സലിലാത് ജലധേഹേ ഉദഞ്ജൻ. ഉദ്ധൂതഘോര സലിലാത് പ്ലസ് ജലധേഹേ. അപ്പോൾ അതാണ് സലിലാത്. സലിലാത് പ്ലസ് ജലധേ ആണ് ഇവിടെ സലിലാജല. അവിടെ ജ ഇരട്ടിച്ചു. ജ സലിലാത്ത് പ്ലസ് ജലധേ എന്നുള്ളത് സന്ധി പിരിക്കും. സന്ധി വരുമ്പോഴത്തേനും സലിലാജല, സലിലാജല, സലിലാത് പ്ലസ് ജലധേ സന്ധി പിരിക്കുമ്പം സലിലാത് പ്ലസ് ജലധേ, സലിലാജലധേ ജലധേഹേ. അവിടത്തെ വിസർഗം മാറിയിട്ട് രു വരുന്നു. ജലധേഹേ ഉദഞ്ജൻ, ജലധേഹേ ഉദഞ്ജൻ. അത് ജലധേരുദഞ്ജൻ, ജലധേരുദഞ്ജൻ എന്നുള്ള പദം പിരിക്കുമ്പം ജലധേഹേ ഉദഞ്ജൻ. ഉദ്ധൂതഘോര സലിലാ ജലധേരുദഞ്ജൻ ക്രീഡാ വരാഹ വപുഹു ഈശ്വര. ക്രീഡാവരാഹ വപുരീശ്വര, ക്രീഡാവരാഹ വപുരീശ്വര. വപുഹു പ്ലസ് ഈശ്വര, വപുരീശ്വര. അവിടെ ഇതാണ് സംബോധനയാണ്. അതാണ് ആ അതിശയ ചിഹ്നം വെച്ചിരിക്കുന്നത്, എക്സ്ക്ലമേഷൻ മാർക്ക്. പാഹി രോഗാത്, പാഹി രോഗാത്. ക്രീഡാവരാഹ വപുരീശ്വര പാഹി രോഗാത്. നമ്മൾ വായിക്കുമ്പം ആ ഒരു അർത്ഥം മനസ്സിലാക്കി വായിക്കണം. ക്രീഡാവരാഹ വപുരീശ്വര, അവിടെ ഈശ്വര എന്ന് പറഞ്ഞ് നമ്മൾ സംബോധനയാണ്, ഭഗവാനെ സംബോധന. അത് കഴിഞ്ഞ് പാഹി രോഗാത്, എൻ്റെ അസുഖത്തിനെ ശമിപ്പിക്കണമേ എന്ന് പറയുകയാണ്. അഭ്യുദ്ധരന്നധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാധിക പീവരാത്മാ ഉദ്ധൂതഘോര സലിലാജ്ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. ഹേ ക്രീഡാവരാഹ വപുരീശ്വര, ഹേ അല്ലയോ ക്രീഡാവരാഹമൂർത്തിയായ ഭഗവാനേ. അധ ധരാം അഭ്യുദ്ധരൻ, അധ ആ ധരാം, അധ ധര ആ ഭൂമിയെ എടുത്തതിനു ശേഷം അഭ്യുദ്ധരൻ അതിനെ മേലോട്ടുയർത്തുവാനായി, അഭ്യുദ്ധരൻ മേളിലോട്ട് ഉയർത്തുവാനായിട്ട് ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവ ആ തേറ്റയുടെ ആ തേറ്റപ്പല്ലിൻ്റെ ആ തലപ്പിൽ അവിടെ ഇങ്ങനെ തേറ്റയിൽ പൊക്കിയെടുത്തിരിക്കുകയല്ലേ, അതിൻ്റെ തലപ്പിൽ ആ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ മുത്തങ്ങ കിഴങ്ങോടുകൂടി ആ മുത്തങ്ങ പോലെ എന്ന് തോന്നും വണ്ണമുള്ളവന്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആ ഭൂമിയെ വെള്ളത്തിനടിയിൽ നിന്ന് ആ തേറ്റ കൊണ്ട് പൊക്കിയെടുത്തപ്പോഴത്തേനും അത് ഇത്രയും വലിയൊരു ഭീമാകാരമായിട്ടുള്ള
ഒരു വരാഹമൂർത്തിയല്ലേ. അപ്പോൾ അതിൻ്റെ ആ തേറ്റയുടെ മുകളിൽ ഭൂമി ഇരിക്കുന്ന കണ്ടാൽ വെറും ഒരു മുത്തങ്ങ കിഴങ്ങിരിക്കുന്നത് പോലെ തോന്നും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഭീമാകാരമാണ് ആ വരാഹമൂർത്തി. ഭൂമി ഇരിക്കുന്ന കണ്ടാൽ വെറും ഒരു മുത്തങ്ങ കിഴങ്ങ് പോലെ തോന്നും. അങ്ങനെ അതാണ് പറഞ്ഞത്, ദശനാഗ്ര ലഗ്ന മുസ്താങ്കുരാങ്കിത ഇവ. ആ തേറ്റയുടെ തലപ്പിൽ ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് മുത്തങ്ങയോടുകൂടിയവനോ എന്ന് തോന്നും വണ്ണം ഉള്ളവനും, അധിക പീവരാത്മാ, ഏറ്റവും പീവരാത്മാ എന്ന് വെച്ചാൽ ഏറ്റവും തടിച്ച ദേഹത്തോടു കൂടിയവനുമായി, ഉദ്ധൂതഘോരസലിലാത് ജലധേ ഉദഞ്ചൻ. ഉദ്ധൂതഘോരസലിലാത്, ആ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇളക്കപ്പെട്ട ഭയങ്കര ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നു. അത് ആ രൂപം താഴേക്ക് ഇറങ്ങിയപ്പോഴും എന്താ പറ്റിയത്, ജലമെല്ലാം ഇങ്ങനെ തെറിച്ച് നാലുഭാഗത്തേക്കും പോയി മേളിൽ നിന്ന് കീപ്പോട്ട് വന്നപ്പോൾ. അതുപോലെ തന്നെയാണ് താഴേന്ന് മുകളിലേക്ക് വന്നപ്പോഴും ആ തടിച്ച ആ ശരീരം മുകളിലേക്ക് വരുമ്പോഴും ആ വെള്ളം മുഴുവൻ ഇളകി മറിഞ്ഞ ഉള്ള ആ ഭയങ്കര ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരുന്ന ത്വം രോഗാത് മാം പാഹി, ത്വം നിന്തിരുവടി, രോഗാത് രോഗത്തിൽ നിന്നും മാം പാഹി എന്നെ രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. നമുക്കും പറയാം, നമ്മുടെ എല്ലാ രോഗങ്ങളെയും ഭഗവാനെ മാറ്റിത്തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ തേറ്റയുടെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മുത്തങ്ങ കിഴങ്ങാണോ എന്ന് തോന്നുമാറ് ഭൂമിയെ ഉദ്ധരിക്കുന്നവനും വളരെ വലിയ ആ ശരീരമുള്ളവനും ക്രീഡാവരാഹ ശരീരത്തെ സ്വീകരിച്ചവനുമായ അങ്ങ് ഭയങ്കരമായി ഇളകി മുറിയുന്ന ആ സമുദ്രത്തിൽ നിന്നും ഭൂമിയെയും കൊണ്ട് പൊങ്ങി വന്നു. അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗത്തെയും ഉദ്ധരിക്കണമേ എന്നാണ് പറഞ്ഞ് വെക്കുന്നത് ഭട്ടതിരിപ്പാട്. അഭ്യുദ്ധരന്നധരം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാധിക പീവരാത്മാ, ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.